ഹലോ, നമസ്കാരമുണ്ട്. ഒരു പ്രവാസി എന്നുള്ള രീതിയിൽ നമുക്ക് പലപ്പോഴും നാട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അതിപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു രാജ്യത്തിൽ അവിടുത്തെ പൗരത്വം സ്വീകരിച്ചിട്ട് ജീവിക്കുകയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ തന്നെ നാട്ടിലേക്ക് പോകുക എന്നുണ്ട്. നമ്മൾ മലയാളികൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ നമ്മൾ വലിയൊരു സംഭവം എന്താ വെച്ചാൽ തിരിച്ച് നാട്ടിലേക്ക് നമുക്ക് തിരിച്ചു പോവാം എന്നുള്ളതാണ് എപ്പോൾ വേണമെങ്കിൽ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രവാസ കാലത്ത് ജീവിക്കുന്ന സമയത്ത് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരെയൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് അവരുടെ രാജ്യത്തിലെ ആ ഒരു സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാനും അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാരെയും കാണാൻ പറ്റാത്ത രീതിയിൽ ജീവിക്കേണ്ടി വരുന്ന കുറേ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ നാട്ടിലേക്ക് പോകാൻ, അതായത് അവർ ജീവിക്കുന്ന സ്ഥലത്തെ അവരുടെ ഡോക്യുമെൻറ്റ്സും അല്ലെങ്കിൽ അവരുടെ ലീഗാലിറ്റിയും ഒക്കെ പ്രശ്നമായതുകൊണ്ടും നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത ആൾക്കാർ ഉണ്ട്. ഇപ്പോൾ ചിലപ്പം ചില സമയത്ത് ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്തിട്ട് നാട്ടിൽ പോയാൽ വിസ സ്റ്റാമ്പ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് നാട്ടിൽ പോവാതിരിക്കുന്ന സിറ്റുവേഷൻസ് എനിക്കങ്ങനെ കുറച്ച് കാലം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ടൊരു ശ്വാസം മുട്ടിക്കുന്ന ഒരു അനുഭവമാണ്. ഞാൻ അതിനെ പറ്റിയിട്ട് മുമ്പേയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്, പക്ഷേ ഇപ്പോൾ സ്റ്റാമ്പിങ് കിട്ടാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ നാട്ടിൽ പോകാണ്ട് ഗ്രീൻ കാർഡ് കിട്ടി കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് എന്തിനാണ് അങ്ങനെ തീരുമാനം എടുക്കുന്നത് എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. കാരണം ഇപ്പോൾ വർഷങ്ങളായിട്ട് അമേരിക്കയിൽ ജീവിക്കുന്ന ഇപ്പോഴേക്ക് തോന്നാറുണ്ട്, എന്തിനിപ്പോൾ അമേരിക്കയിലേക്ക് വന്ന് നാട്ടിൽ തന്നെ ഇരുന്നാൽ പോരായിരുന്നു എന്നിടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ നമ്മളെ കയ്യിലില്ലാത്ത സംഭവമാണ് നമുക്ക് എപ്പോഴും വേണം എന്ന് തോന്നുക എന്നുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ മെയ്യിൽ ഒന്ന് നാട്ടിൽ പോയി വന്നു. ചെറിയൊരു വിസിറ്റായിരുന്നു, ഒരു 10 ദിവസം. മെയ് 10 പോയി. മെയ് 10 പോയിട്ട് മെയ് 22 തിരിച്ചെത്തി. അതിൽ ട്രാവലിൽ ഏതാണ്ട് 1.5 ദിവസം അപ്പുറത്തും ഇപ്പുറത്തും പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു യാത്രേനെ പറ്റിയിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചില തോട്ട്സ് നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ളത്. അതിനെപ്പറ്റി എഴുതുകയൊക്കെ ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ. പക്ഷേ ഐ തിങ്ക് എല്ലാ വിസിറ്റ്സും കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ജീവിതത്തെക്കുറിച്ച്, നമ്മളുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് എന്താണ്, കിട്ടിയത് എന്താണ്, ഒരു ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കൂടിയാണ് പലപ്പോഴും ഈ നാട്ടിൽ പോകുക എന്നുള്ളത്. പ്രാവശ്യം നാട്ടിൽ പോകാനൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ ജൂണിൽ 2023 ജൂണിൽ നാട്ടിൽ വന്നിട്ട് ഒരു 3 ആഴ്ച നിന്നാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ഈ ജൂണിൽ ഒരു വർഷത്തിലൊരിക്കൽ എന്നുള്ളതാണ് ജനറലി ഉള്ള പ്ലാൻ. പക്ഷേ ഈ ജൂണിൽ പോലും നടക്കില്ല. കാരണം മോൻ 11ാം ക്ലാസ് കഴിഞ്ഞാണ്. അപ്പോൾ കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണെന്നുള്ളതുകൊണ്ട് അത് നടന്നില്ല. അത് നടക്കില്ല എന്ന് തോന്നി. അതുകൊണ്ട് മെയ്യിൽ തന്നെ ഒന്ന് പോയി വരാം എന്നുള്ളത് വെച്ചിട്ട് ടിക്കറ്റ് നോക്കി. അപ്പോൾ ടിക്കറ്റ് നോക്കിയപ്പം സ്വതവേ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പീക്ക് സീസണൊക്കെ ആണെങ്കിൽ $2000 $1600 വരും. ഇത് നോക്കുമ്പം ബാംഗ്ലൂർ വരെ പോയി വരാൻ വെർജിൻ അറ്റ്ലാന്റിക്കിൽ $790. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലല്ലോ. അപ്പം തന്നെ ബുക്ക് ചെയ്തു. നമ്മൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ കേരളത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. പക്ഷേ ബാംഗ്ലൂർ വരെ പോയി വരാൻ വേണ്ടിയിട്ട് $793 എടുത്തു. മാത്രമല്ല അത് ഹീത്രോ വഴിയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാലിഫോർണിയയിൽ നിന്ന് ഹീത്രോ വരെ ഏതാണ്ട് 10 മണിക്കൂർ, ഹീത്രോന്ന് അതായത് ലണ്ടനിൽ നിന്ന് ബാംഗ്ലൂർക്ക് അനദർ 10 മണിക്കൂർ. അപ്പോൾ ഏതാണ്ട് ഒരു മിഡ് പോയിന്റിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് 10 മണിക്കൂർ ഫ്ലൈറ്റിലിരുന്നു, പിന്നെ പുറത്തിറങ്ങി ഒന്ന് നടന്ന് അടുത്ത ഫ്ലൈറ്റിന് കയറുക എന്നുള്ളത്. അപ്പോൾ ദാറ്റ് ഇസ് ബെറ്റർ ദാൻ 15 മണിക്കൂറൊക്കെ ഇരിക്കുന്നതിനെക്കാട്ടും നല്ലതെന്നുള്ളൊരു തോന്നലാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എനിവേ ഇവിടുന്ന് പുറപ്പെട്ടു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ പുറപ്പെടാൻ നേരത്ത് ഞാനെന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീറ്റൊക്കെ നേരെ നടുവിലാണ് സീറ്റ് കൊണ്ടുവന്നത്. ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്, ചീപ്പ് സീറ്റായതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതിലൊരു $60 $70 കൊടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്തു. അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുമ്പിൽ നമ്മളെ ഫ്ലൈറ്റിൽ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ തുറക്കാൻ വേണ്ടി ഒരു വാതിൽ വെച്ചിട്ട് ഒരു എക്സിറ്റ് അതിൻ്റെ അടുത്തുള്ള, അപ്പോൾ നന്നായിട്ട് വിശാലമായിട്ട് കാലൊക്കെ നീട്ടി ഇരിക്കുക അവിടെ. നോക്കുമ്പോൾ ആ സീറ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ അപ്പുറത്തും ഇപ്പുറത്തൊന്നുമില്ല. അപ്പം ആ സീറ്റ് മൊത്തം നമുക്ക് തന്നെ കിട്ടി. കടന്നു പോകാൻ പറ്റില്ല, കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡാണ് സൈഡിലുള്ള സംഭവം. ഹീത്രോയിലെത്തി, സമയത്തിനെത്തി. ഹീത്രോന്ന് കുഴപ്പമില്ലാണ്ട് അടുത്ത ഫ്ലൈറ്റിന് കയറി. പുലർച്ചെ 10 രാവിലെ ആയിട്ടാണ്
ബാംഗ്ലൂർ എത്തുന്നത്. അങ്ങനെ 10-ാം തീയതി രാവിലെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് വിശേഷം, ഒരു ബാഗ് വന്നു, മറ്റേ ബാഗ് നഹീം കാണുന്നില്ല. അങ്ങനെ അവിടുന്ന് ഒക്കെ കൂടി എഴുതി കൊടുത്തു. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയാണ് ഉടുതുണിക്ക് മറുതുണി ഇല്ല എന്നുള്ള മാതിരിയാണ്. ബനിയൻ, ഷഡ്ഡി, പാൻറ്റ്, ഷർട്ട്, ഒരു സാധനം 8 സാധനം അല്ലാണ്ട് ഒരു ഭാഗ്യത്തിന് മറ്റേ ബാഗിൽ ഒരു പാൻറ്റോ ഷർട്ടോ ഉണ്ട്. മാത്രമല്ല 2 കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയാവും പോയ ബാഗിലായിപ്പോയി. എന്താ ചെയ്യുക? എന്തായാലും പിറ്റേ ദിവസം പോയി. അപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങി, ഷഡ്ഡിയും ബനിയനും, അതാണല്ലോ മെയിനായിട്ട് വേണ്ട സംഭവം. ഷഡ്ഡിയും ബനിയനും, മുണ്ട് അങ്ങനത്തെ കാര്യത്തിന് കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ അത് ആരെങ്കിലും എടുത്ത് അവിടെ നാട്ടിൽ എന്തായാലും മുണ്ട് ഉണ്ടാവും. പിന്നെ പാൻറ്റ് നോക്കുന്നത്, പാൻറ്റ് ഒരിക്കലും ഫിറ്റ് ആവില്ല. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു ബോഡി ഷേപ്പ് അനുസരിച്ചിട്ടുള്ള പാൻറ്റ് സ്വതവേ അവിടെ കിട്ടാറില്ല, ഇടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് കോട്ടൺ പാൻറ്റ് അവിടെ കിട്ടിയത്. കോട്ടൺ പാൻറ്റ് കിട്ടി. കോട്ടൺ പാൻറ്റ് മേടിച്ച് നാടേ കള്ള ജാതി അങ്ങനെ ഒരു പാൻറ്റൊക്കെ വാങ്ങി. അത് വാങ്ങി, ഷർട്ടുകൾ വാങ്ങി. അപ്പോഴേക്കും നല്ല ചൂടാണെന്ന് പറഞ്ഞാണ് എത്തുന്നത്. അപ്പോഴേക്കും ബാംഗ്ലൂർ ഏതാണ്ട് ഒരു മഴയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് മെയ് 10-ാം തീയതി ആയപ്പം. അങ്ങനെ അപ്പോൾ പ്ലാൻ ഉണ്ടായിരുന്നു 13-ാം തീയതി. അപ്പോൾ അനിയത്തി പറഞ്ഞു, എന്തോ ഞങ്ങൾക്ക് സിവിൽ സ്റ്റേഷനിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്, ബാങ്കിൻ്റെ കുറച്ച് പരിപാടി ഉണ്ട് കോഴിക്കോട്, അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് 13-ാം തീയതി നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ 10-ാം തീയതി അവിടെ വന്നു. വെള്ളിയാഴ്ച വീട്ടിലിരുന്ന്, വെള്ളി, ശനി, ഞാൻ അമ്മയുടെ കൂടെ ഇരുന്ന്, അനിയത്തിയുടെ കൂടെ ഇരുന്ന് സൊറയൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ ഇട്ട്, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഐ ജസ്റ്റ് സാറ്റ് ഹോം. ചില സമയത്ത് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഞാൻ ഒരു ദിവസം ഓഫീസിൽ പോവുക എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. കാരണം ഒരു ഫ്രൈഡേ അവിടുത്തെ ഓഫീസിൽ പോയിട്ട് ഞാൻ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അത് പ്ലാൻ ചെയ്തു. പിന്നെ ബാക്കിയുള്ള സമയമൊന്നും പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 13-ാം തീയതി രാവിലെ ഉള്ള ഫ്ലൈറ്റിന് കയറിയിട്ട് കോഴിക്കോട് പോയി എയർപോർട്ടിൽ കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല, വണ്ടി ഇല്ലാതെ യാത്ര ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് എന്നുള്ളതുകൊണ്ട് കോഴിക്കോടുള്ള സമയത്തിന് വേണ്ടി ഒരു കാറ് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടാകും, വണ്ടി ഓടിക്കാൻ ഒരാളും. അങ്ങനെ ആ കക്ഷി നമ്മളെ പിക്ക് ചെയ്തു. നേരെ സിവിൽ സ്റ്റേഷനിൽ പോയി. അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് ഞാൻ ചെയ്ത് തീർത്തല്ല, ഞാൻ അങ്ങനെ അനിയത്തിയുടെ കൂടെ നടക്കുകയെന്നേ ഉള്ളൂ. ഓളാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുക. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ കാലം ഇവിടെ ജീവിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയൊരു സാധനം തന്നെ, അവിടെ പോയി കഴിഞ്ഞാൽ ഒരു വസ്തു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ചൊക്കെ ഒരുമാതിരി ഇതാകെ ഫുൾ കൺഫ്യൂഷനാണ്, ഒരു സഭാകമ്പാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നു. നേരെ ഇവിടെ പോയി, ഞങ്ങളൊരു ബാങ്കിൻ്റെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന് അത് പോയി, അത് കഴിഞ്ഞു. അങ്ങനെ രാത്രി നമ്മളെ കസിൻ്റെ കൂടെ ചാലപ്പുറത്ത് നിന്നു. അപ്പോൾ അതിന് മുമ്പ് അളകാപുരി പോയി. അളകാപുരി പോകണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അളകാപുരിയിലൊന്ന് പോവുക, കാരണം അളകാപുരി പോയിട്ട് കുറേ കാലമായി, വർഷങ്ങളായി. പണ്ടൊക്കെ എനിക്ക് അളകാപുരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഓർമ്മകളുണ്ട് അളകാപുരിയിൽ. അതായത് ചെറുതാവുന്ന സമയത്ത് അളകാപുരി പോവുക. അത് അളകാപുരീൻ്റെ മെയിൻ ഒരു ബാറും റെസ്റ്റോറൻറ്റ് ലോണൊക്കെ ഉണ്ട്. കൂടാതെ അളകാപുരീൻ്റെ മുകളിൽ ഒരു വെജിറ്റേറിയൻ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോവുകയാണ്. അളകാപുരി ഉച്ചയ്ക്ക് ദോശ കഴിക്കുക എന്ന് പറഞ്ഞാൽ അളകാപുരി കഴിക്കുക എന്നുള്ളതാണ്. ദോശ വേറൊന്നുമില്ല, ദോശ എന്ന് പറഞ്ഞാൽ അളകാപുരി. വൈകുന്നേരങ്ങളിൽ എപ്പോഴോ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അവിടെ ലോണിൽ പോയി ഇരിക്കുന്നത് അച്ഛനൊക്കെ ഉള്ള സമയത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ടും ഞാൻ വളർന്നതിന് ശേഷം അവിടെ പോയിട്ട് അളകാപുരി, ശാസ്താപുരി ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയി തിരിഞ്ഞ് കളിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. കോളേജ് പഠിക്കുമ്പോഴും കോളേജ് കഴിഞ്ഞപ്പോഴും അവിടെ പോയിരുന്നു. ഉച്ചയ്ക്ക് 2 എന്താ പറയുക ഓൾമൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്, ചോറും ഇതൊക്കെയാണ് ആൾക്കാർ അവിടെ കഴിക്കുന്നത്. പക്ഷേ എനിക്ക് ചോറ് കഴിക്കാനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല. ഞാൻ നേരെ കുറച്ച് എന്താ പറയുക സ്നാക്സ്, ചെമ്മീനും മീൻ പൊരിച്ചതും കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ ചാലപ്പുറത്ത് രാത്രി അവിടെ തങ്ങി. അന്ന് ഞാൻ പിന്നെ 1-2 ആൾക്കാരെ കാണാനൊക്കെ പോയിട്ട് പുറത്ത്. അതിന് തിരിച്ച് രാത്രി വന്ന് വീണ്ടും രാത്രി പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് ഗുരുവായൂർ പോകണം എന്നുള്ളതാണ് പരിപാടി. അങ്ങനെ രാത്രിയായപ്പോൾ ഒടുക്കത്തെ മഴ, എജ്ജാതി മഴ. അങ്ങനെ ഞാൻ വിചാരിച്ച് രാവിലെ ആവുന്ന സമയത്ത് പ്രശ്നം അവിടെ ഇടി മിന്നലും. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു മഴ, ആ ഒരു ഫോഴ്സുള്ള മഴ ഞാൻ കുറേ കാലമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നാട്ടിലെ ആൾക്കാർക്ക് പരിചിതമായിരിക്കും, പക്ഷെ എനിക്ക് പരിചിതമായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് രാവിലെ പക്ഷേ 4 മണിയായപ്പോഴേക്കും 5 മണിയായപ്പോഴേക്കും എണീച്ച്
അപ്പോഴേക്കും വണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർക്ക് വിട്ട്. പിന്നെ ഗുരുവായൂർ പോയി. ഗുരുവായൂർ ഇൻലോസ് അവിടെ ആയതുകൊണ്ട് ഗുരുവായൂർ പോയി. അവിടെ താമസിച്ചു ഒരു ദിവസം. അന്ന് രാവിലെ എത്തി. അന്ന് മുഴുവൻ അവിടെ താമസിച്ചു. അതിനിടയ്ക്ക് ഞാനൊന്ന് ഇവിടെ പോയി, ഒന്ന് തൃശ്ശൂർ പോയി. ബന്ധത്തിലുള്ള കുറേ ആൾക്കാർ തൃശ്ശൂരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ട് വളരെ ഷോർട്ട് ട്രിപ്പായതുകൊണ്ട് തിരിച്ച് തേഴ്സ്ഡേ തന്നെ, ഇതൊരു മൺഡേ ആണ്. അപ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ രാവിലെ തന്നെ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകണം. അപ്പോൾ ആകെ ഒരു 3 ദിവസമേ കേരളത്തിൽ കിട്ടുന്നുള്ളൂ. എപ്പോഴും ഈ നാട്ടിൽ പോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയം വളരെ കുറവാണ്. കാണേണ്ട മുഴുവൻ ആൾക്കാരെ കാണാൻ പറ്റില്ല. അപ്പോൾ സ്ഥിരമായിട്ട് കാണേണ്ട ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണും. ഇപ്പം ഇൻലോസിൻ്റെ വീട്ടിൽ പോവുക, പിന്നെ അതേപോലെ അമ്മാവന്മാരും അവരെയൊക്കെ കാണുക. പിന്നെ കോഴിക്കോടാണെങ്കിൽ എല്ലാ പ്രാവശ്യം കോഴിക്കോട് പോകുമ്പോൾ കോഴിക്കോടുള്ള വീട് ഹിൽവ്യൂ കോളനിയിലാണ്. അവിടെ കവി NN കക്കാടിൻ്റെ വീടിൻ്റെ തൊട്ട് പിന്നിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് NN കക്കാടിൻ്റെ വൈഫ് ശ്രീദേവി എടുത്തി, പിന്നെ അവരുടെ മക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം ശ്രീദേവി എടുത്തിനെ കാണുക എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം അത് കാണാൻ പറ്റി. ബാക്കി കുറേ സുഹൃത്തുക്കളായിട്ട് മെസ്സേജുകൾ ചെയ്തു, കാണാൻ പറ്റിയില്ല. ചിലവരെ കാണാൻ പറ്റി, ചിലവരെ കാണാൻ പറ്റിയില്ല. എപ്പോഴും നാട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരെ മിസ് ചെയ്യും എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഒരേ വ്യക്തികളെ നിരന്തരം മിസ് ചെയ്യുന്നൊരു സിറ്റുവേഷനുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ നാട്ടിൽ നിന്ന് താമസിക്കുമ്പോൾ എല്ലാവരെയും കാണാം എന്നുള്ളൊരിതാണ്. ഒരു കൊച്ചി യാത്ര പതിവാണ്. പക്ഷേ ഇപ്രാവശ്യം കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് കോഴിക്കോട് പോക്കും വരും കോഴിക്കോട്ടേക്ക് ആയതുകൊണ്ട് കൊച്ചി പോക്ക് നടന്നില്ല. അല്ലെങ്കിൽ കൊച്ചി പോവുക, ഞങ്ങളുടെ അവിടെ റെക്ക ക്ലബ്ബുണ്ട്, REC അലുമിനൈൻ്റെ ക്ലബ്ബുണ്ട്. അപ്പോൾ അവിടെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് കോളേജിൽ പഠിച്ച ആൾക്കാർ കൂടി വന്നിട്ട് ഒരു രാത്രി കൂടുന്നൊരു പരിപാടിയുണ്ട്. അത് ഇപ്രാവശ്യം നടന്നില്ല. അല്ലെങ്കിൽ എല്ലാ വർഷവും എല്ലാ സമയത്തും വരുന്ന സമയത്ത് ഒരു കൊച്ചി റെക്ക ക്ലബ്ബിലൊരു ഗെറ്റ് ടുഗദർ പതിവുള്ളതാണ്. അത് നടന്നില്ല. അങ്ങനെ ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർ പോയി കാര്യങ്ങൾ കാണുന്നു. പിന്നെ പിറ്റേ ദിവസം അപ്പോഴത്തേക്കും വെനസ്ഡേ, തേഴ്സ്ഡേ പോവും വേണം. വെനസ്ഡേ രാവിലെ നേരെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കഴിഞ്ഞിട്ട് തൃശ്ശൂർക്ക് വിട്ടു. അപ്പോൾ തൃശ്ശൂർ സൊളേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷീബാമീർ നടത്തുന്ന സ്ഥാപനത്തിൽ, അപ്പം കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു, സൊളേസിൽ പോവുക എന്നുള്ളത്. നാട്ടിൽ വരുന്ന സമയത്ത് സൊളേസിലൊന്ന് പോവുക, ഷീബേനെ കാണുക, ഷീബ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടുന്ന് കാണും. അപ്പോൾ എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഓൺലൈൻ മാത്രം പരിചിതമായിട്ടുള്ള, അല്ലെങ്കിൽ വാട്സാപ്പിലും ഫോണിലൊക്കെ സംസാരിച്ചിട്ടുള്ള ചില ആൾക്കാർ അങ്ങോട്ട് വന്നു. അതിന് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ടു. ഓരോരുത്തരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം ഒക്കെ വേണ്ടപ്പെട്ടവരും സ്നേഹമുള്ളവരാണ്. ഇപ്പം ഓരോരുത്തരെയും അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. പക്ഷെ അവരൊക്കെ വന്ന് ഭയങ്കര സന്തോഷം തന്നു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഒരു സ്ഥലത്ത് എല്ലാവരും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കണ്ടുമുട്ടാം ആൾക്കാരെ കാണുക എന്നുള്ളതാണല്ലോ. ഓരോ സ്ഥലങ്ങളിൽ പോവുക എന്നുള്ളതിനെക്കാട്ടും നമ്മൾ നാട്ടിൽ വരുന്നത് ശരിക്കും എന്തിനാ, ഒന്ന് നാട്ടിലങ്ങനെ ഇറങ്ങി ഒന്ന് ആ കേരളത്തിലാണ് എന്നുള്ളൊരു തോന്നൽ, പിന്നെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെ, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുക എന്നുള്ളത്. അതും കണ്ടു കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും അത് കഴിഞ്ഞ് കോണ്ടാക്ട് ചെയ്തെന്ന് വെച്ചേ മതിയായില്ല, കണ്ടിട്ട് കുറച്ചും കൂടെ സമയം വേണ്ടിനോ എന്നുള്ളൊരു തോന്നലോട് കൂടിയിട്ടാണ്. അതൊക്കെയാണ് സ്നേഹം എന്ന് പറയുന്ന സംഭവം. നമുക്ക് ഒരാളുടെ കൂടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് പിരിഞ്ഞു പോകുമ്പോൾ കുറച്ചും കൂടെ നേരം സ്പെൻഡ് ചെയ്യായിരുന്നു തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ ബന്ധങ്ങൾക്ക് വലിയൊരു അർത്ഥമാണ് അവിടെ ആ പോയിന്റിൽ. അങ്ങനെ അവിടുന്ന് കഴിഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് സൊളേസ് കണ്ടു, സൊളേസിൻ്റെ പുറത്തുനിന്ന് കണ്ടു, ഒക്കെ ആൾക്കാരെ കണ്ടു. ചില ആൾക്കാരെ 30 വർഷം കഴിഞ്ഞിട്ട് കണ്ട ആൾക്കാരുണ്ട്, 38 വർഷം കഴിഞ്ഞിട്ട് കണ്ട ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കണ്ടു. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് നേരെ അന്ന് തന്നെ കോഴിക്കോട്ടേക്ക് വിട്ടു. കാരണം കോഴിക്കോട് നിന്നാണ് ഫ്ലൈറ്റ്. കോഴിക്കോട്ടേക്ക് പോയ സമയത്ത് പറഞ്ഞു, എന്നാൽ പിന്നെ എന്തായാലും എൻ്റെ അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ വൈഫ് വല്യമ്മ പ്രായമായിട്ടുണ്ട്. അപ്പോൾ വല്യമ്മ ഞങ്ങളെ ആൻസെസ്ട്രൽ ഹോമിലാണ് ഉള്ളത്. അപ്പം എന്നാൽ ആ വഴിയൊന്ന് പോയിട്ട് വല്യമ്മേനെ കൂടെ കണ്ടിട്ട് പോയാൽ മതി എന്നുള്ളത് കൊണ്ട് ഞാൻ നേരെ അങ്ങനെ താമരശ്ശേരി കഴിഞ്ഞ് ബാലുശ്ശേരി അവിടെ പോയി കരിമല പോയി. രാത്രിയായി, കരിമല എത്തുമ്പോഴേക്കും തന്നെ ഒരു 10 മണിക്ക് ആയിട്ടുണ്ടാവും. അങ്ങനെ അവിടെ പോയി, അവിടെ ഇരുന്ന് അവിടെ ഗംഭീര മഴ. അന്ന് രാത്രി ഗംഭീര മഴ. നോക്കുമ്പോൾ ഗുരുവായൂർ അപ്പോഴേക്കും കുപ്പികളുടെ പെട്ടി ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്, പക്ഷേ കയ്യിൽ കുപ്പിയൊന്നുമില്ല. അങ്ങനെ പക്ഷേ എൻ്റെ അടുത്ത് ഒരു കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോകുന്നൊരു കുപ്പിയായിട്ട് അവിടെ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ഗുരുവായൂർ. അതും കൊണ്ട് ഞാൻ നേരെ നമ്മളെ ആൻസെസ്ട്രൽ ഹോമിലെത്തി. കുറച്ച് പോണ വഴിക്ക് ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത്, അങ്ങനെ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് ചെറുതായിട്ടൊന്ന്
അവിടെ നിന്ന് വല്യമ്മേനെയൊക്കെ കണ്ട് കസിൻസിനെ കണ്ട് അവരുടെയൊക്കെ കൂടി ഇരുന്ന് നല്ല മഴ. അപ്പോൾ പുറത്ത് ഇങ്ങനെ വരാന്തയിലിരുന്ന് ഒരു ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നത്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ബീയിങ് ദർ. അതിന് പിറ്റേ ദിവസം രാവിലെ നേരെ നീച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം 2 മണിക്ക് ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്. അങ്ങനെ ഉച്ചയ്ക്ക് തിരിച്ച് ഫ്ലൈറ്റൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തേക്ക് തേഴ്സ്ഡേ വൈകുന്നേരത്തേക്ക് ബാംഗ്ലൂരെത്തി. ബാംഗ്ലൂർ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, നാട്ടിൽ പോയപ്പോൾ കുറേ കൂണി കയറി ഇറങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ അഖിലീസ് ടെൻഡർനൈറ്റിസ് കാലിന് ചെറിയൊരു ഇതുള്ളതുകൊണ്ട് ആ വേദനയാണ് അഗ്രവേറ്റ് ചെയ്തു. പക്ഷെ അതിപ്പോൾ മാറി കേട്ടോ. കാരണം അത് നമ്മളറിയില്ല, ഈ കോണി കയറുന്ന സമയത്താണ് ആ മടമ്പിൻ്റെ മുകളിൽ ഭയങ്കരമായിട്ടുള്ള ഫോഴ്സ് കൊടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ അറിയില്ല. പക്ഷെ ലേറ്റർ ഓൺ ഇറ്റ് ഹാപ്പൻ. പല ആൾക്കാരെ കാണണമെന്നുണ്ടായിരുന്നു കേരളത്തിലുള്ള സമയത്ത്. പുസ്തകക്കടയിൽ പോകണമെന്നുണ്ടായിരുന്നു, അത് നടന്നില്ല. എന്തായാലും കണ്ട ആൾക്കാർ ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ മനസ്സിൽ വരും ചെയ്തു. ഈ ഹോൾ ട്രിപ്പിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അടുത്ത ട്രിപ്പിന് മുമ്പേ ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നത്. അടുത്ത ട്രിപ്പ് എപ്പോഴാണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. കഴിയുന്നത്ര വേഗം വേണമെന്നുള്ളതാണ്. അടുത്ത മെയ് വരെ കാത്തു നിൽക്കാണ്ട വേണമെന്നുള്ളതാണ്. വെള്ളിയാഴ്ച ഒന്ന് ഓഫീസിൽ പോയി. അവിടെ ഞങ്ങളുടെ ഒരു ഓഫീസുണ്ട് MG റോഡിൽ, ഞാൻ ജോലി എടുക്കുന്ന കമ്പനിയുടെ. അപ്പോൾ അവിടെ പോയി. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ പോവുക, ആൾക്കാരെ കാണുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് അവിടുന്ന് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് തിരിച്ച് ഞാൻ സാറ്റർഡേ, സൺഡേ, മൺഡേ, പിന്നെ ട്യൂസ്ഡേ രാവിലെയാണ് ഫ്ലൈറ്റ് തിരിച്ച്. അപ്പോഴത്തേക്കും കഴിഞ്ഞു. നമ്മൾ ഇത് എത്ര പെട്ടെന്നാണെന്ന് അറിയുക. 16 മിനിറ്റ് കൊണ്ട്, ഏതാണ്ട് 16 മിനിറ്റ് കൊണ്ട് സമയം മുഴുവൻ തീർന്ന മാതിരി തന്നെ ആയി. പിന്നെ 2 ദിവസം 1-2 ആൾക്കാർ, നമ്മളെ അടുത്ത സുഹൃത്തുക്കൾ വീട്ടിൽ വന്നു, കണ്ടു. അമ്മയുടെ കൂടെ തന്നെ, അനിയത്തിയുടെ കൂടെ തന്നെ വീട്ടിലിരിക്കുക എന്നുള്ള ശനി ഞായർ. പിന്നെ ഞായറാഴ്ച അതേമാതിരി തന്നെ കോളേജിൽ പഠിച്ച കുറച്ച് സുഹൃത്തുക്കൾ വൈറ്റ് ഫീൽഡ് പ്രദേശത്ത് വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഒരു മണിക്കൂർ 1-1.5 മണിക്കൂർ ഒരുമിച്ച് കൂടി. അപ്പോഴത്തേക്കും പെട്ടി വന്നിട്ടുണ്ടായിരുന്നു. പെട്ടിയിൽ 2 കുപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ ആൾക്കാർക്ക് കൊടുക്കുക, തീർക്കുക കൂടി ചെയ്ത് അത് അങ്ങനെ പോയി. എന്തായാലും വസ്ത്രങ്ങൾ എക്സ്ട്രാ കുറച്ചെണ്ണം വാങ്ങിച്ച് കിട്ടി. തിരിച്ച് വരുന്ന സമയത്ത് ആണ് അതിൻ്റെ രസം. ഈ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് 10-ാം തീയതി അവിടെ നിന്ന് 22-ാം തീയതി തിരിച്ച്. 22-ാം തീയതി തിരിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് 21-ാം തീയതി കിട്ടുന്നുള്ള ധാരണയിലാണ് കിടക്കുക. 21-ാം തീയതി രാത്രി ഒരു 12 മണിയൊക്കെ ആവുന്ന സമയത്ത്, 11 മണിയൊക്കെ ആവുന്ന സമയത്ത് വിടണം. കാരണം 22-ാം തീയതി പുലർച്ചെയാണ്. യു ഡോണ്ട് ഗെറ്റ് ദാറ്റ് മച്ച്. ഒരു ദിവസം പോയി എന്നുള്ളതുകൊണ്ട്, നെക്സ്റ്റ് ദിവസമാണ് ഫ്ലൈറ്റ് എന്നുള്ളതുകൊണ്ട് ഒരു ദിവസം എക്സ്ട്രാ കിട്ടുന്നില്ല എന്നുള്ളത്. ഇതൊക്കെ അവസാനം ആകുമ്പോൾ നമുക്ക് തോന്നുന്നു, കുറഞ്ഞു പോയല്ലോ സമയം. പക്ഷെ പിന്നെ അധികം വൈകാണ്ട് തിരിച്ചു വരുമെന്നുള്ളൊരു തോട്ടുള്ളത് കൊണ്ട് ഇറ്റ് വാസ് ഓക്കെ. ബട്ട് പിന്നെ ഫ്ലൈറ്റ് ഡിലേ ആയി. ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് ഹീത്രോ എന്നുള്ള ഫ്ലൈറ്റ് മിസ്സായി. അങ്ങനെ അവർ 5.5 മണിക്കൂർ കഴിഞ്ഞ് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഫ്ലൈറ്റിന് വേണ്ടി ഇട്ട് തന്നത്. അങ്ങനെ ആ ഫ്ലൈറ്റിലേക്ക് അതുവരെ 5 മണിക്കൂർ വെറുതെ ഒരു പണിയില്ലാണ്ട് നമ്മളെ ഹീത്രോയിൽ തേരാപേര നടന്നു. അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞപ്പം, ഇവിടെ ലോങ് വീക്കെൻഡ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട്. പക്ഷെ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞപ്പം ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് എനിക്ക്. ഈ ഒരു റിക്കവറി ടൈം ഭയങ്കര കൂടുതലാണ്. ജെറ്റ് ലാഗ് ഒന്നുമില്ല, അതിനെക്കാട്ടും കൂടുതൽ റിക്കവറി ടൈമാണ്. നമ്മളുടെ ഒരു ക്ലോക്ക് മാത്രമല്ല, നമ്മളെ മനസ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു മൂവ്മെൻ്റൊക്കെ നാടായിട്ട് ഭയങ്കരമായിട്ട് കിടക്കുകയാണ്. അതിനെ തിരിച്ച് സ്വിച്ച് ചെയ്തിട്ട് അമേരിക്കൻ ഒരു ജീവിത രീതിയിലേക്ക് സ്വിച്ച് ചെയ്യാൻ സമയമെടുക്കും. പക്ഷേ ഈ സമയത്തൊക്കെ നമുക്ക് പുതിയതായിട്ടുള്ള ചില സ്ട്രക്ചറൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഇത് സഹായിക്കും. അങ്ങനെ വന്ന് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ എല്ലാ ദിവസവും ജിമ്മിലേക്കൊക്കെ പോയി നമുക്കൊന്ന്, കാരണം കുറച്ച് കാലമായിട്ട് കാലിൻ്റെ വേദന കാരണം ഒരു സ്ട്രക്ചറൊന്നും ഇല്ലാണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അതിലേക്ക് വന്നു. ആൻഡ് ഒരാഴ്ചയായിട്ട് കുറേ മാറ്റങ്ങൾ ജീവിതത്തിൽ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിവേ, ഓരോ പ്രാവശ്യം നാട്ടിൽ വരുമ്പോഴും ഇവിടെ തന്നെ അങ്ങ് നിന്നാൽ പോരെ എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ എപ്പോഴും വരും. പക്ഷെ നമ്മളൊന്നും പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കുന്നത് എല്ലാം ഒന്നും പ്ലാൻഡ് ആയിരിക്കില്ല.
പക്ഷെ ദെൻ വാട്ട് ഹാപ്പൻസ് വെച്ചാൽ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. ആ തീരുമാനങ്ങളിൽ നിന്ന് നമുക്ക് പിന്മാറാൻ പറ്റില്ല. പക്ഷെ ആ തീരുമാനങ്ങൾ വെച്ചുകൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ബുദ്ധിമുട്ടില്ലാണ്ട്, ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാണ്ട് നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്തയാണ്. എന്തായാലും അടുത്ത ട്രിപ്പിന് വേണ്ടി കാത്തുനിൽക്കുകയാണ്. അടുത്ത ട്രിപ്പിന് ഒരു കാര്യം ഞാൻ വിചാരിച്ചെന്താന്ന് പറഞ്ഞാൽ, അടുത്ത ട്രിപ്പിന് ബാംഗ്ലൂർ കാണണമെന്ന് കുറേ പേര് പറഞ്ഞു. അപ്പോൾ ബാംഗ്ലൂരാണ് അടുത്ത പ്രാവശ്യം ഉണ്ടാവുക, ബാംഗ്ലൂരാണ് കൂടുതൽ സമയം ഉണ്ടാവുക. അപ്പോൾ ബാംഗ്ലൂർ ഒന്ന് ഒത്തുചേരാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരെ ബാംഗ്ലൂർ വെച്ച് കാണാം എന്നുള്ളൊരു പ്രതീക്ഷയും കൂടെ ഉണ്ട്. ആ ബാംഗ്ലൂരിലുള്ള എൻ്റെ കോൺടാക്റ്റിലുള്ള ആൾക്കാരോട് ഞാനൊന്ന് കണക്ട് ചെയ്തിട്ട് വാട്സാപ്പ് വഴിയോ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള, നേരത്തെ കൂട്ടി എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ള അറിയിച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. നമുക്ക് ആലോചിക്കാനും പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ pahayanmedia@gmail.com pahayanmedia@gmail.com. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അടുത്ത വീഡിയോയിൽ വേറെ എന്തെങ്കിലും വിശേഷമായിട്ട് വരാം. എന്തെങ്കിലുമൊക്കെ ജീവിതത്തെപ്പറ്റിയും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ചിന്തകളും ഒക്കെ ആയിട്ട് വരാം എന്നുള്ളതാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഐ ഹാവ് ഡിസൈഡഡ് ടു കൈൻഡ് ഓഫ് യൂസ് ദിസ് ചാനൽ ടു ജസ്റ്റ് ടോക്ക് അബൌട്ട് തിങ്സ് ദാറ്റ് മൈറ്റ് നോട്ട് ഹാവ് എ ലോട്ട് ഓഫ് കോൺട്രവേഴ്സി. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നാട്ടിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, നമ്മളുടെ എല്ലാ എനർജിയും നമ്മൾ എവിടെയെങ്കിലും ഉപയോഗിക്കുന്നത് സംടൈംസ് ഓൾ ദോസ് എനർജി ഇസ് നോട്ട് വർത്ത് ഇറ്റ് എന്ന് തോന്നും. കാരണം നമുക്ക് വളരെ വേണ്ടപ്പെട്ട, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂടെ ചിലവാക്കാൻ നമ്മൾ വെച്ചിട്ടുള്ള സമയമാണ് നമ്മൾ വേറെ ആവശ്യത്തിന് വേണ്ടി ചിലവാക്കുന്നത്. അപ്പം എനിക്ക് അറ്റൻഷനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. അറ്റൻഷൻ എന്നുള്ളൊരു ഒരു ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ശ്രദ്ധ, അതാണ് അടുത്ത ഇതിൻ്റെ ടോപ്പിക്ക്, ശ്രദ്ധയാണ്. എന്താ അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജോൺ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരുണ്ട്, ദ ഫോൾട്ട് ഇൻ ആർ സ്റ്റാർസ് എന്നാണ് പുസ്തകമൊക്കെ എഴുതിയത്. ഭയങ്കര ഫേമസ് പുസ്തകമാണ്. അദ്ദേഹം പറഞ്ഞൊരു സാധനമുണ്ട്, അവർ വാല്യൂസ് ആർ ഡിറ്റർമിൻഡ് ബൈ അവർ അറ്റൻഷൻ ഓർ വാട്ട് വി അറ്റൻഡ് ടു. നമ്മളുടെ എന്തിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നനുസരിച്ചിരിക്കും നമ്മളുടെ ജീവിതത്തിൻ്റെ വാല്യൂസും മൂല്യങ്ങളും. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ എന്തിലൊക്കെയാണ് ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അത് നോക്കിയപ്പോഴാണ് ശ്രദ്ധയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ടൊന്ന് സംസാരിക്കണം എന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റിയാവാം അടുത്ത എപ്പിസോഡിൽ. അപ്പം അങ്ങനെയാക്കാം.